ज्योत्स्ना पुलकितया वन्दे मातरम् वन्दे मातरम् सुजला सुफला मलयज शीतला सस्यश्यामला मातरम् वन्दे मातरम् शुभ्रज्योत्स्ना पुलकितया ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും. Dear friends, today is Independence Day of our country. At first,
I wish you all a very happy Independence Day. We celebrate it on the 15th of August 1947. India got freedom from British rule. Our brave freedom fighters sacrificed their whole life for our freedom. We should be grateful to our brave heroes. Independence Day is the national festival of India. All Indians celebrate this day by hoisting the tricolor and singing the national anthem. I am very proud to be an Indian. I love my country very much. Jai Hind, Jai Bharat. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നേക്ക് 78 വർഷമായിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളിന്ന് എന്താണ് ആഘോഷിക്കുന്നത്? സ്വാതന്ത്ര്യം എത്രാമത്തെ വർഷമാണ്? 78 അല്ലേ? അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായി. ദിനത്തിന്റെ 78 നാളുകൾ നമുക്ക് പിന്നിട്ടു. 77 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78ാം ജന്മദിനം എന്ന് തന്നെ പറയാം. എന്താണ് സ്വാതന്ത്ര്യ ദിനം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1947 ഓഗസ്റ്റ് 15-നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുവരെ ആരുടെ കയ്യിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭരണം? ബ്രിട്ടീഷുകാരുടെ. വെരി ഗുഡ്. ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാർ शुभ दिन आयो रे शुभ दिन आयो रे शुभ दिन आयो शुभ दिन आयो बनने भायो नयो नयो सो रंग ले आयो शुभ दिन आयो बनने भायो नयो नयो सो रंग ले आयो होठों पे मुस्कान गुलाबी लायो रे होठों पे मुस्कान गुलाबी लायो रे आयो रे शुभ दिन आयो रे शुभ दिन आयो यहाँ हर कदम कदम पे धरती बदले रंग यहाँ की बोली में रंगोली सात रंग यहाँ हर कदम कदम पे धरती बदले रंग यहाँ की बोली में रंगोली सात रंग धानी पगड़ी पहने
വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിൽ വന്നിട്ട്, നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ അവര് ഭരണം പിടിച്ചു. പിന്നെ അവര് പറയണ മാതിരി മാത്രമേ നമുക്ക് നടക്കാൻ പാടുള്ളൂ. നമ്മൾ എന്തെങ്കിലും നമ്മൾ കൃഷി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നെല്ലോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് അവർക്ക് ആവശ്യമുള്ളതാണ് കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്വത്തുക്കളുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന സ്വത്തുക്കൾ എന്തൊക്കെയാണ് അറിയോ? ഒരുപാട് ഇപ്പോൾ നമ്മുടെ ലോകം ഉറങ്ങുന്ന അർദ്ധരാത്രിയുടെ ഇന്ത്യ അവരുടെ ക്ലാസ്സിലേക്കാണ് വേണ്ടിട്ടോ. അവൻ ആ ക്ലാസ്സിലേക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ടെസ്റ്റ് ടീച്ചറുടെ ക്ലാസ്സിലേക്കാണ് വേണ്ടി. ഒന്നാം ക്ലാസ്സിൽ എല്ലാ വലിയ ക്ലാസ്സിലേക്കാണ് ഒന്നാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികൾ പോകേണ്ടത്. ടീച്ചർ വന്നതിന് ശേഷം മാത്രം കൂടി വന്നാൽ മതി. അല്ലാതെ ഓരോരുത്തരും വരണ്ട. ഓരോ ക്ലാസ്സിലാണ് ഓരോ ക്ലാസ് കൊടുക്കണം. ഇഷാ ക്ലാസിന്റെ ബാക്കിൽ അയ്മൻ ഏറ്റവും ബാക്കിൽ നാലാം ക്ലാസ്സിൽ അവിടെ പോയി
രാജ്യ പതാക പറക്കട്ടെ. ധീരന്മാരുടെ ചോരയിൽ നിന്ന് വിരിഞ്ഞതാണ് ചുവപ്പ് നിറം. സത്യശ്യാമള കോമള ഭംഗികൾ വിരിച്ചുണർത്തും പച്ച നിറം. കൊടിയുടെ നടുവിലര ശോകചക്രം ധർമ്മത്തിന്റെ മണി. പോരാട്ടങ്ങൾക്കായി അദ്ദേഹം സത്യഗ്രഹം പോലുള്ള പുതിയ സമരരീതികൾ സ്വീകരിച്ചു. സത്യഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്ന നമ്മുടെ സ്വന്തം നാട് ഇത്. ആസാദി ആസാദി പിച്ചവച്ചു നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. പിച്ചവച്ചു നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകും. ഭാരതമാനന്ദ ജന്മദേശം ഭാരത. ഈ ദിനത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്നെ ത്യജിച്ച എല്ലാ മഹാത്മാക്കളെയും ആദരവോടെ സ്മരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോരാടി വനിത 1828. ഇതെന്റെ രാജ്യം, ഇതെന്റെ